ഹായ് മക്കളെ, നമ്മുടെ തിയറിയൊക്കെ ആൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയല്ലേ. നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. കെമിസ്ട്രിയിൽ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഇൻക്ലൂഡ് ചെയ്തൊരു ടോപ്പിക്കാണ് അനാലിറ്റിക്കൽ കെമിസ്ട്രി. അതായത് നമ്മൾ +2 പ്രാക്ടിക്കൽ ലാബിൽ എന്താണോ ചെയ്തിരുന്നത് അതിൻ്റെ തിയറിയിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് നീറ്റിൻ്റെ എക്സാമുകളിലൊക്കെ. അപ്പോൾ അനാലിറ്റിക്കൽ കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്നു അനാലിറ്റിക്കൽ കെമിസ്ട്രി ഭയങ്കര ഡിഫിക്കൽട്ടാണ്, നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ സ്ഥിരം ഞാൻ നിങ്ങളെ കേൾക്കുന്നുണ്ട് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അനാലിറ്റിക്കൽ കെമിസ്ട്രിയിലെ നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇൻഓർഗാനിക് സോൾട്ട് അനാലിസിസ്. അപ്പോൾ ലാബിൽ നിങ്ങൾ ചെയ്ത കാര്യം തന്നെയാണ്. സാൾട്ട് തരുന്നു, അതിൻ്റെ ആനയോൺ ആരാണ് കാറ്റയോൺ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്നു, കൺഫേം ആക്കാൻ പറയുന്നു, അത് റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നു. ഇതാണ് നമ്മൾ ലാബിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു തിയറിയും ആ ഓരോ ടെസ്റ്റിലും ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് ആണെങ്കിലും കൺഫേമേറ്ററി ടെസ്റ്റ് ആണെങ്കിലും ഒക്കെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കോമ്പൗണ്ടുകൾ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിയേജൻറ്റ് നമ്മുടെ ഓർമ്മയിൽ വേണം, നമ്മുടെ ഒബ്സർവേഷൻ എന്തായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മയിൽ വേണം, ആ ഒബ്സർവേഷന് കാരണമായിട്ടുള്ള കോമ്പൗണ്ട് എന്താണ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് എന്താണ് എന്നുള്ള കാര്യം നമ്മുടെ ഓർമ്മയിൽ വേണം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഇന്ന് ഞാനിതിൽ ആനയോൺ അനാലിസിസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാറ്റയോൺ അനാലിസിസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം മറ്റൊരു ദിവസം. ഓക്കെ, സോ ആനയോൺ അനാലിസിസ് നടത്തുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും 8 ആനയോൺസ് ആണ് പഠിക്കാനുള്ളത്. 1 കാർബണേറ്റ്, 2 സൾഫൈഡ്, 3 നൈട്രൈറ്റ് NO2-, ഓക്കെ, 4 ക്ലോറൈഡ് Cl-, പിന്നെ ബ്രോമൈഡ്, അയഡൈഡ്, നൈട്രേറ്റ് NO3- ആൻഡ് ഫൈനലി സൾഫേറ്റ്. ഈ 8 ആനയോൺസിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് നമുക്കറിയണം, കൺഫേമേറ്ററി നമുക്കറിയണം. ചില ആനയോണുകളുടെയൊക്കെ കൺഫേമേറ്ററി എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ്റെ കണ്ടിന്യൂഷൻ തന്നെയായിരിക്കും. ചില കേസുകളിൽ അത് എൻറ്റയർലി ഡിഫറൻ്റ് ആയ ഒരു ടെസ്റ്റും ആയിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കാർബണേറ്റിൽ നിന്നാണ്. കാർബണേറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എല്ലാവർക്കും അറിയാം. സാൾട്ടിലേക്ക് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു, ബ്രിസ്ക് എഫർവെസൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ബ്രിസ്ക് എഫർവെസൻസിൻ്റെ കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ന കാര്യം ഓർത്തു വെക്കണം. ഓക്കെ, അതിൻ്റെ കൺഫേമേറ്ററി ഈ ടെസ്റ്റിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അതേ ടെസ്റ്റ് ട്യൂബിലേക്ക് അല്ലെങ്കിൽ ആ പുറത്തു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ലൈം വാട്ടറിലൂടെ കടത്തി വിടുമ്പോൾ മിൽക്കി കളർ ആകുന്നുണ്ടോ ഉണ്ടെങ്കിൽ കാർബണേറ്റ് ഈസ് കൺഫേംഡ് ആൻഡ് ആ മിൽക്കിനെസ്സിൻ്റെ കാരണം കാൽഷ്യം കാർബണേറ്റ് ആണ്. എക്സസ് ആയി കാർബൺ ഡൈ ഓക്സൈഡ് കടത്തി വിടുമ്പോൾ മിൽക്കിനെസ് ഡിസപ്പിയർ ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ കാർബണേറ്റ് ഈസ് അഗെയിൻ കൺഫേംഡ് ആൻഡ് ആ മിൽക്കിനെസ് ഡിസപ്പിയർ ചെയ്യുന്നത് കാൽഷ്യം ബൈകാർബണേറ്റ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പോൾ കാൽഷ്യം ബൈകാർബണേറ്റിൻ്റെ മോളിക്കുലർ ഫോർമുല നമുക്കറിയാം, HCO3 ട്വൈസ് വേണ്ടി വരും അല്ലേ. HCO3 ട്വൈസ് വരും കാൽഷ്യം ബൈകാർബണേറ്റ്. അപ്പോൾ ആദ്യത്തെ ആനയോൺ കഴിഞ്ഞു. രണ്ടാമത്തെ ആനയോൺ സൾഫൈഡ് ആണ്. സാൾട്ട് പ്ലസ് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ്. റൊട്ടൺ എഗ് സ്മെല്ല് കിട്ടുന്നുണ്ടെങ്കിൽ സൾഫൈഡ് ആണ്, കാരണം H2S ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ ഫോർമേഷൻ ആണ്. കൺഫേമേറ്ററിയിൽ 1 ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അതിലേക്ക് ലെഡ് അസറ്റേറ്റ് പേപ്പർ നമ്മൾ കാണിക്കുന്ന സമയത്ത് ബ്ലാക്ക് ആയി മാറുന്നുണ്ട് എങ്കിൽ സൾഫൈഡ് ഇസ് കൺഫേംഡ്, ലെഡ് സൾഫൈഡ് ആണ് ഫോം ചെയ്യുന്നത്. രണ്ടാമത്തെ കൺഫേമേറ്ററി എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. സാൾട്ട് സൊല്യൂഷനിലേക്ക് സോഡിയം നൈട്രോപ്രൂസൈഡ് ആഡ് ചെയ്യുന്നു, പർപ്പിൾ കളർ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ സൾഫൈഡ് ഇസ് കൺഫേംഡ്, കാരണം NaFeCN5NOS എന്ന് പറയുന്ന കോംപ്ലക്സിൻ്റെ ഫോർമേഷൻ ആണ്. മൂന്നാമത്തെ ആനയോൺ നൈട്രൈറ്റ് ആണ്. സാൾട്ട് പ്ലസ് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ബ്രൗൺ ഫ്യൂംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, നൈട്രൈറ്റ് ഇസ് ഐഡൻറ്റിഫൈഡ്, കാരണം NO2 എന്ന് പറയുന്ന ഗ്യാസിൻ്റെ പ്രസൻസ് ആണ്. അതിലേക്ക് പൊട്ടാസ്യം അയഡൈഡും സ്റ്റാർച്ചും ആഡ് ചെയ്യുമ്പോൾ ബ്ലൂ കളറായി മാറുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൺഫേമേറ്ററി നിങ്ങൾ ചെയ്തു. രണ്ടാമത്തെ കൺഫേമേറ്ററി ചെയ്യാൻ സാൾട്ട് സൊല്യൂഷൻ പ്ലസ് അസിറ്റിക് ആസിഡ് പ്ലസ് സൾഫാനിലിക് ആസിഡ് പ്ലസ് 1 നാഫ്തൈലമീൻ ഇത്രയും റിയേജൻറ്റുകളെ ആഡ് ചെയ്യണം. റെഡ് കളർ കിട്ടുന്നുണ്ടെങ്കിൽ നൈട്രൈറ്റസ് അഗെയിൻ കൺഫേംഡ്. അപ്പോൾ ആദ്യത്തെ 3 ആനയോണുകൾ നമ്മൾ പറഞ്ഞു. ആ 3 ആനയോണുകളുടെയും ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചാണ് എന്നൊരു കോമൺ ഫാക്ടർ അതിലുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്ലോറൈഡാണ്. ക്ലോറൈഡിന് ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ സാൾട്ട് പ്ലസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, കളർലെസ് ഗ്യാസ് പുറത്തേക്ക് വരണം. ആ കളർലെസ് ഗ്യാസ് HCl ആണ്. കൺഫേമേറ്ററി സാൾട്ട് പ്ലസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് പ്ലസ് അമോണിയം ഹൈഡ്രോക്സൈഡ്, ഡെൻസ് വൈറ്റ് ഫ്യൂംസ് പുറത്തേക്ക് വരണം. അത് അമോണിയം ക്ലോറൈഡിൻ്റെ വേപ്പേഴ്സ് ആണ്. ക്ലോറൈഡിൻ്റെ അടുത്ത കൺഫേമേറ്ററി സാൾട്ട് പ്ലസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് പ്ലസ് MnO2, ഗ്രീനിഷ് യെല്ലോ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലോറൈഡ് ഇസ് കൺഫേം, കാരണം പുറത്തു വരുന്ന ഗ്യാസ് ക്ലോറിൻ ആണ്. സാൾട്ട് സൊല്യൂഷൻ പ്ലസ് HNO3 പ്ലസ് AgNO3 നമ്മൾ ചെയ്യുന്ന സമയത്ത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാലും അത് ക്ലോറൈഡ് തന്നെയാണ്, കൺഫേംഡ് ആണ്, കാരണം AgCl ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ കേട്ടോ.
ആൻഡ് ഫൈനലി വൺ മോർ കൺഫർമേറ്ററി, നമ്മൾ ക്രോമൈൽ ക്ലോറൈഡ് ടെസ്റ്റ് എന്ന് പറയുന്ന കൺഫർമേറ്ററി. സാൾട്ട് സൊല്യൂഷൻ, സൾഫ്യൂരിക് ആസിഡ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, അസിറ്റിക് ആസിഡ്, ലെഡ് അസറ്റേറ്റ്. കുറച്ചധികം റിയേജൻസ് ഉണ്ടല്ലേ, പക്ഷെ ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലോറൈഡിൻ്റെ കൺഫർമേറ്ററി അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ആൻഡ് അവിടെ ഫോം ചെയ്യുന്ന യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ലെഡ് ക്രോമേറ്റ് ആണ്, PbCrO4. അപ്പോൾ ഇത്രയും കൺഫർമേറ്ററി ഉണ്ട്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന കൺഫർമേറ്ററികളിൽ ചില കൺഫർമേറ്ററികൾ ബ്രോമൈഡിനും അയഡൈഡിനും കോമൺ ആണ്. നമുക്ക് നോക്കാം. ബ്രോമൈഡിലേക്ക് നമ്മൾ വരുമ്പോൾ സാൾട്ട് പ്ലസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, ബ്രൗൺ ഗ്യാസ് പുറത്തേക്ക് വരുന്നു. ആ ബ്രൗൺ ഗ്യാസ് ബ്രോമിൻ ആണ്, NO2 അല്ല. NO2 വരുന്നത് NO2 മൈനസിലും NO3 മൈനസിലുമാണ്. പക്ഷേ ബ്രോമൈഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പുറത്ത് വരുന്ന ബ്രൗൺ ഗ്യാസ് ബ്രോമിൻ ആണ്. കൺഫർമേറ്ററി സാൾട്ട് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് പ്ലസ് MnO2 ഡെൻസ് ബ്രൗൺ ഗ്യാസ്. അതേ ടെസ്റ്റ് ക്ലോറൈഡിൻ്റെ കേസിൽ നമ്മൾ നടത്തിയപ്പോൾ ഗ്രീനിഷ് യെല്ലോ ആയിരുന്നു. റെഡി? അതേ ടെസ്റ്റ് നമ്മൾ അയഡൈഡിൻ്റെ കേസിലേക്ക് നടത്തുമ്പോൾ അവിടെ ഡെൻസ് വയലറ്റ് വേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ മൂന്നിലും ആ ടെസ്റ്റ് കോമൺ ആണ്. ഓക്കെ. ആൻഡ് ഫൈനലി സാൾട്ട് സൊല്യൂഷൻ പ്ലസ് HNO3 പ്ലസ് AgNO3 പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തത് AgBr ആണ്. സാൾട്ട് സൊല്യൂഷൻ പ്ലസ് എക്സസ് ക്ലോറിൻ ഓറഞ്ച് ബ്രൗൺ ഗ്യാസ് ഫോം ചെയ്തത് ബ്രോമിൻ ആണ്. ഓക്കെ. അയഡൈഡിലേക്ക് നമ്മൾ വരുമ്പോൾ സാൾട്ടും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും ചേരുമ്പോൾ വയലറ്റ് വേപ്പേഴ്സ് ഉണ്ടാകണം. ആൻഡ് അയഡിൻ വേപ്പേഴ്സ് ആണ് പുറത്തേക്ക് വരുന്നത്. സാൾട്ടും സൾഫ്യൂരിക് ആസിഡും MnO2 ചേരുമ്പോൾ ആ വയലറ്റ് വേപ്പേഴ്സ് ഒന്നുകൂടി ഡെൻസ് ആകും. ഞാൻ പറഞ്ഞല്ലോ, അത് ക്ലോറൈഡിലും ബ്രോമൈഡിലും അയഡൈഡിലും കോമൺ ആണ്, റിസൾട്ട് മാത്രമേ മാറുന്നുള്ളൂ. ആൻഡ് സാൾട്ട് സൊല്യൂഷൻ പ്ലസ് HNO3 പ്ലസ് AgNO3 യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ അയഡൈഡ് ഇസ് കൺഫേംഡ്, AgI ആണ് ഫോം ചെയ്യുന്നത്. സാൾട്ട് സൊല്യൂഷൻ പ്ലസ് എക്സസ് ക്ലോറിൻ വയലറ്റ് വേപ്പേഴ്സ് വന്നാൽ അയഡൈഡ് ഇസ് അഗെയിൻ കൺഫേംഡ്. അപ്പോൾ ഇതിലെ കോമൺ ടെസ്റ്റുകളൊന്ന് നോക്കിയേ. സാൾട്ട്, സൾഫ്യൂരിക് ആസിഡ്, MnO2 മൂന്നിലും ഉണ്ടല്ലേ, കണ്ടില്ലേ? മൂന്നിലും അത് വരുന്നുണ്ട്. റിസൾട്ട് നോക്കി, ഗ്രീനിഷ് യെല്ലോ, ഡെൻസ് ബ്രൗൺ ഗ്യാസ് ആൻഡ് ഡെൻസ് വയലറ്റ് വേപ്പേഴ്സ്. സാൾട്ട് സൊല്യൂഷൻ പ്ലസ് HNO3 പ്ലസ് AgNO3 മൂന്നിലുണ്ട്, കണ്ടോ? മൂന്നിലുണ്ട്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, യെല്ലോ പ്രസിപ്പിറ്റേറ്റ്. അപ്പോൾ അതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് നെക്സ്റ്റ് NO3 മൈനസ്, രണ്ട് ആനയോൺസ് കൂടിയുള്ളൂ. NO3 മൈനസിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ സാൾട്ട് പ്ലസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, ബ്രൗൺ ഗ്യാസ് പുറത്തേക്ക് വരുന്നു. ഇവിടെ പുറത്ത് വരുന്നത് NO2 ആണ്. കൺഫർമേറ്ററി സാൾട്ട് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് പ്ലസ് കോപ്പർ ടേണിങ്സ് ആൻഡ് ഹീറ്റിംഗ്, ബ്രൗൺ ഗ്യാസ് ഒന്നുകൂടി ഡെൻസ് ആകും. ആൻഡ് രണ്ടാമത്തെ കൺഫർമേറ്ററി സാൾട്ട് സൊല്യൂഷൻ പ്ലസ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ പ്ലസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, ബ്രൗൺ റിംഗ് ഫോം ചെയ്യുന്നു. ഫോം ചെയ്യുന്ന ബ്രൗൺ റിങ്ങിൻ്റെ ഫോർമുല ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഫൈനലി സൾഫേറ്റ്, രണ്ട് ടെസ്റ്റുകളെ ഓർത്ത് വെക്കേണ്ടതുള്ളൂ. സാൾട്ട് സൊല്യൂഷനും ബേരിയം ക്ലോറൈഡും ചേരുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ടോ, അത് ബേരിയം സൾഫേറ്റ് ആണ്, സൾഫേറ്റ് ഇസ് കൺഫേംഡ്. സാൾട്ട് സൊല്യൂഷനും ലെഡ് അസറ്റേറ്റും മിക്സ് ചെയ്യുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നുണ്ടോ, അത് ലെഡ് സൾഫേറ്റ് ആണ്, സൾഫേറ്റ് ഇസ് അഗെയിൻ കൺഫേംഡ്. സോ ഈ 8 ആനയോൺസിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും കൺഫർമേറ്ററിയും വീണ്ടും ഞാൻ പറയുന്നു, ഓരോന്നിലെയും റിയേജൻറ്റുകൾ, ഓരോന്നിൻ്റെയും ഒബ്സർവേഷൻ, ഓരോന്നിൻ്റെയും ഫോം ചെയ്യുന്ന സബ്സ്റ്റൻസ്, ഇത് മൂന്നും നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവണം. കാറ്റോൺ അനാലിസിസുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.